ഹലോ. അപ്പോൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു 90% മെസ്സേജസും യുകെയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നിർത്തിയോ എന്ന് ചോദിച്ചിട്ടാണ്. കുറെ പേരൊക്കെ അയച്ച മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു OET അല്ലെങ്കിൽ IELTS CBT ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, പക്ഷെ ഇപ്പോൾ ഇന്റർവ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് എന്താണ്, ഇനി യുകെയിലേക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടാവില്ലേ, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് ആയി വരുന്നു. കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാ മെസ്സേജിനും നമുക്ക് പേഴ്സണലി റിപ്ലൈ ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ കംപ്ലീറ്റ്ലി UK റിക്രൂട്ട്മെന്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസും വരുന്നുണ്ട്. പിന്നെ എനിക്കും ഈ ഒരു ന്യൂസിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് വലിയൊരു ധാരണയില്ലായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും അന്വേഷിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇതില് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി റിക്രൂട്ട്മെന്റ്സ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോഴും റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. പല ഹോസ്പിറ്റലിലേക്കും ഇപ്പോഴും ഓവർസീസ് നഴ്സസിനെ എടുക്കുന്നുണ്ട്. പക്ഷേ മുമ്പ് ഉണ്ടായിരുന്ന പോലെ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നില്ല. പൊതുവെ അധിക ഹോസ്പിറ്റലുകാരും നഴ്സസിന്റെ റിക്വയർമെന്റ്സ് എടുക്കുന്ന എണ്ണത്തിലുള്ള റിക്വയർമെന്റ്സ് കുറച്ചിട്ടുണ്ട്. അപ്പം മുമ്പത്തെ അത്രയും ഒരു നമ്പർ ഇപ്പോൾ അവർ റിക്രൂട്ട് ചെയ്യുന്നില്ല. ചെറിയ ഒരു നമ്പർ നഴ്സസിനെയാണ് പല ഹോസ്പിറ്റലിലേക്കും ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 വർഷം മുന്നേ ഈ OET സ്കോറിൽ, OETയിലും IELTSലും UK റിക്വയർമെന്റ് സ്കോറിൽ വ്യത്യാസം വന്നതിന് ശേഷം ഒരുപാട് റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത്രയും ഒരു റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നില്ല. പിന്നെ UKയിലെ തന്നെ ചില ഏരിയസിലേക്കാണ് ഇപ്പോൾ കൂടുതലും റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നത്. അതായത് വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ് തുടങ്ങിയ ഏരിയസിലേക്കാണ് കൂടുതലും റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽസിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നൊരു ഏരിയയിലേക്കുള്ള ഹോസ്പിറ്റലിലേക്ക് മാത്രമേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ട് മാത്രമേ മൂവ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കാതെ, എങ്ങോട്ടാണോ UKയിൽ ഏത് ഏരിയയിലേക്കായാലും എങ്ങോട്ടാണോ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അങ്ങോട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ നോക്കുക. കാരണം UKയിൽ വന്നു കഴിഞ്ഞ് നമുക്ക് ഏതൊരു ഏരിയയിലേക്കും മാറുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോസിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ UKയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് NHSന്റെ അണ്ടറിലുള്ള ഏത് ഹോസ്പിറ്റലിലേക്കും ഒരു 1 ഇയറിനകത്ത് തന്നെ മൂവ് ചെയ്യണമെങ്കിൽ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം ആദ്യം എങ്ങനെയെങ്കിലും UKയിൽ എത്തുക എന്നുള്ളത് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എടുക്കുക. ഏത് ഏരിയയിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത് അങ്ങോട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നൊന്ന് സെറ്റിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഹോസ്പിറ്റലിലേക്കും മൂവ് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ഞാൻ പല NHS ഹോസ്പിറ്റലിലും ഓവർസീസ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തെല്ലാം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് ഉള്ള ഒരു ധാരണയില്ല. അതായത് എപ്പോഴാണ് ഇനി റിക്രൂട്ട്മെന്റ് ഓപ്പൺ ആവുന്നത്, പഴയ പോലെ അത്രയും ഒരു വേക്കൻസീസ് ഇനി ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത്രയും ഒരു വലിയൊരു റിക്രൂട്ട്മെന്റ് ഇനി നടക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും വലിയ വ്യക്തതയില്ല. എല്ലാവരും പറഞ്ഞത് ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു റിക്രൂട്ട്മെന്റിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ ടെമ്പററി ആണ്. ഇനി വീണ്ടും ഓപ്പൺ ആവും. കാരണം UKയിലേക്കുള്ള വേക്കൻസീസ് അവർക്ക് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് നഴ്സിംഗ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെമ്പററി പോസ് കുറച്ച് കഴിയുമ്പോഴേക്കും മാറും, വീണ്ടും റിക്രൂട്ട് ചെയ്യും. പക്ഷേ മുമ്പുണ്ടായിരുന്ന അത്രയും ഒരു വേക്കൻസീസ് വരാനുള്ള ചാൻസ് കുറവാണ് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷെ ആർക്കും തന്നെ ഇതിലൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. ഇതിനി എപ്പോഴായിരിക്കും വീണ്ടും അത്രയും ഒരു റിക്രൂട്ട്മെന്റ് നടക്കുക എന്നുള്ളത് ആർക്കും തന്നെ അറിയുന്നില്ല. ഈ റിക്രൂട്ട്മെന്റിൽ കുറവ് വന്നതിന്റെ റീസൺ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് പല റീസൺസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒന്ന് ഫിനാൻഷ്യൽ കൺസേൺസ് തന്നെയാണ്. ഇപ്പം ഓരോ ഹോസ്പിറ്റലിനും റിക്രൂട്ട്മെന്റിന് വേണ്ടി അപ്രൂവ് ചെയ്ത് കിട്ടുന്ന ഫണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫണ്ട് വളരെ കുറവാണ്. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് അവർ ഇയറിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റും ഫിനാൻസും എല്ലാം ഒന്ന് സ്ട്രക്ചർ ആയിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ടെമ്പററി ആയിട്ട് ഇങ്ങനെ ഒരു പോസ് വന്നിരിക്കുന്നത് എന്നാണ് കുറെ പേരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓൾറെഡി ഇപ്പോൾ കുറച്ച് നാളായിട്ട് UK ഗവൺമെന്റ് പുറത്തുനിന്നുള്ള നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഓൾറെഡി നാട്ടിൽ നഴ്സിംഗ് കഴിഞ്ഞ് ഇവിടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 1 ഇയർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നഴ്സായിട്ട് കയറാൻ പറ്റും, OSCE കംപ്ലീറ്റ് ചെയ്ത് നഴ്സായിട്ട് കയറാൻ പറ്റും എന്നുള്ള സേഫ് പാത്വേ ഒക്കെ വന്നിട്ടുള്ളത് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഓൾറെഡി ഇവിടെ HCS ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ട്രെയിനി നഴ്സായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. അത് ഓവർസീസ് നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു നഴ്സിനെ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ അവർ റിക്രൂട്ട്മെന്റ് കുറയ്ക്കാൻ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അറിഞ്ഞ പോലെ തന്നെ ഒരു കംപ്ലീറ്റ്ലി റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്ക് ഇവിടുത്തെ ഒരു നഴ്സിംഗ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. കാരണം നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ കുറേ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് പേര് UK നിന്ന് വേറെ രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് NHS വിട്ട് ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം
ആ ഒരു റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ റിക്രൂട്ട് ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ മുമ്പത്തെ പോലെ അത്രയും ഒരു വലിയൊരു റിക്രൂട്ട്മെന്റ് ഇനി ഉണ്ടാവുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിന്റെ ഒരു കറക്റ്റ് അപ്ഡേറ്റ് നമുക്ക് അറിയില്ല. പിന്നെ എനിക്ക് തരാനുള്ള വേറൊരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം യു കെയിലേക്ക് മാത്രമാണ് നോക്കുന്നതെങ്കിൽ, ഇപ്പം OET ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് UK ഇന്റർവ്യൂ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ ബെറ്റർ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം ടെമ്പററി ആയിട്ടെങ്കിലും ജോലിക്ക് കയറുന്നതായിരിക്കും. കാരണം നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് വെയിറ്റ് ചെയ്യും തോറും നമ്മുടെ ഇയറിൽ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്, എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ടെമ്പററി ആയിട്ടെങ്കിലും കയറാൻ പറ്റുമെങ്കിൽ, അതായത് കോൺട്രാക്ട് ഒന്നും ഇല്ലാതെ കയറാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും സ്റ്റിൽ വർക്കിംഗ് കാണിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ഇനിയിപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പം ഒരുപാട് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അവർ എക്സ്പീരിയൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആക്ച്വലി UK-ലേക്കുള്ള റിക്വയർമെന്റ്സിൽ എവിടെയും എക്സ്പീരിയൻസ് ഒരു മാറ്റർ ആയിട്ട് പറയാറില്ല. പക്ഷേ ഇനിയിപ്പോൾ ഒരു ഇന്റർവ്യൂ വരുമ്പോഴേക്ക് തന്നെ കാൻഡിഡേറ്റ്സിന്റെ നമ്പർ വളരെ കൂടുതലായിരിക്കും അല്ലേ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് ഫിൽട്ടർ ചെയ്യാനായിട്ട് അവർ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏജൻസീസ് ചിലപ്പം എക്സ്പീരിയൻസ് ഉള്ളവരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു ടെമ്പററി ആയിട്ടെങ്കിലും കയറുകയാണെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് സ്റ്റിൽ വർക്കിംഗ് ആണ് എന്ന് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ പ്രയോറിറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ല നമ്മൾ ഇന്റർവ്യൂവിന് മാത്രം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കുറേ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് വരുന്ന ഒരു അവസ്ഥ വരും. പിന്നെ അത് വീണ്ടും ബുദ്ധിമുട്ടായിരിക്കും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് തന്നെ, അത് വളരെ ചെറിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും അവിടെ കയറാൻ നോക്കുക. കയറുന്ന സമയത്ത് തന്നെ അവിടെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് ഇങ്ങനെ ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യാണ്, അത് എന്തെങ്കിലും ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോബ് റിസൈൻ ചെയ്യുമെന്ന് ഇൻഫോം ചെയ്തുകൊണ്ട് തന്നെ അവർ സ്റ്റിൽ വർക്കിംഗ് തരാൻ തയ്യാറാണെങ്കിൽ കയറുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഇപ്പൊ ഈ OET അല്ലെങ്കിൽ IELTS CBT ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നവർ എത്ര ടെൻസ്ഡ് ആയിരിക്കും എന്നുള്ളത് അറിയാം. കാരണം ഞാനൊക്കെ അതേ ഒരു പ്രോസസ്സിലൂടെ തന്നെ കടന്നു വന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരും എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ OET അല്ലെങ്കിൽ IELTS ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ റിക്രൂട്ട്മെന്റിൽ വന്നിട്ടുള്ള ടെമ്പററി പോസ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ, നിങ്ങൾ വിചാരിക്കുന്ന ഒരു കൺട്രിയിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.